ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നാളെ നടത്താനിരുന്ന UGC നെറ്റ് പരീക്ഷ മാറ്റിവെച്ചു. പൊങ്കൽ, മകരസംക്രാന്തി ഉത്സവങ്ങൾ കണക്കിലെടുത്താണ് പരീക്ഷ മാറ്റിവയ്ക്കുന്നതെന്ന് NTA പ്രസ്താവനയിൽ അറിയിച്ചു. പരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ഈ മാസം 16-ന് നടത്താനിരുന്ന പരീക്ഷയ്ക്ക് മാറ്റമില്ലെന്നും NTA വ്യക്തമാക്കിയിട്ടുണ്ട്. ലെസോത്തോയിലെ ജനങ്ങൾക്ക് നൽകുന്ന ഭക്ഷ്യധാന്യ സഹായത്തിന്റെ 2ാം ഘട്ടം അയച്ച ഇന്ത്യ. ഭക്ഷ്യസുരക്ഷാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലെസോത്തോയ്ക്ക് ഇത് സഹായകമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. 1000 മെട്രിക് ടൺ ചോളം മുംബൈയിലെ നവാഷെവ തുറമുഖത്ത് നിന്നാണ് കയറ്റി അയച്ചത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മലയാളിയുമായ K. വിനോദ് ചന്ദ്രനെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിച്ചു. കൊളീജിയം നൽകിയ ശുപാർശ സർക്കാർ അംഗീകരിച്ചതോടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉത്തരവിറക്കി. ദീർഘകാലം കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ 2023 മാർച്ചിലാണ് പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായത്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി സെസ് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി മന്ത്രി MB രാജേഷ്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ വേസ്റ്റ് ബിന്നുകൾ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന നിയമം ഫെബ്രുവരി മുതൽ കർശനമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ തുണിസഞ്ചി വിതരണത്തിന്റെ ഉദ്ഘാടനവും വ്യാപാരികൾക്കുള്ള വേസ്റ്റ് ബിന്നുകളുടെ വിതരണവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി.